ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു വ്ളോഗാണ്, നൂലുകെട്ട് വ്ളോഗാണ് കേട്ടോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ വിചാരിച്ചൊരു ഹാപ്പി ഫേസിലുള്ളൊരു ഇൻട്രോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ നമ്മളെല്ലാവരും കൂടെ, അതിന് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമ്മളത് എല്ലാവരും കൂടെ നൂലുകെട്ടിന് പോകാൻ നിൽക്കുകയാണ്. ചിറ്റൂരാണ് വീട്. നമ്മുടെ ചാച്ചുവിൻ്റെ കുഞ്ഞുവാവയുടെ നൂലുകെട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഫാമിലി എല്ലാവരും വരുന്നുണ്ട്. ഫാമിലി എല്ലാവരും ഇല്ല, വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. കുറേ പേർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അവരുടേതായ തിരക്കുകളും. പിന്നെ നമ്മൾ 56-ന് നടത്താനിരുന്ന പരിപാടിയായിരുന്നു, അത് നമുക്ക് 90-ലേക്ക് ചില കാരണങ്ങളാൽ മാറ്റേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും പോകാൻ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി വഴിയെ ഓരോ വിശേഷങ്ങളൊക്കെ കാണാം ഗൈസ്. വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ സംസാരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ വോയിസ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ചാച്ചുൻ്റെ സൈക്കിളും കൂടെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അവൻ സൈക്കിൾ വേണമെന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ പോകാനുള്ള തന്ത്രപ്പാടിലൊക്കെയാണ്, സൈക്കിളൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഈ വണ്ടിയിൽ ഒതുങ്ങുന്ന ആൾക്കാർ മാത്രമേ പോയിട്ടുള്ളൂ കേട്ടോ. അധികം ആൾക്കാർ നമ്മൾ വിളിച്ചിട്ടില്ല. പിന്നെ ഫാമിലിയിൽ തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നില്ല, വരാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. അപ്പോൾ നമ്മൾ പോകുന്ന വഴി ചിറ്റൂർ പാലം നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേറൊരു വഴിയിലൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ വീടെത്തിയപ്പോൾ ചാച്ചു ഞങ്ങളെ കണ്ടതും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവൻ തിരിച്ച് ഞങ്ങളുടെ കൂടെ വരണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനിപ്പോൾ കൊണ്ടുവന്നത് ശരിയാവില്ല, കാരണം അവൻ അവിടുത്തെ സ്കൂളിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. അപ്പം ഞങ്ങളവിടെ എത്തി കയറുന്ന സമയത്ത് ചാച്ചു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ വീട്ടിലോട്ട് നേരെ കയറുകയാണ്. ഈ ഒരു നൂലുകെട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറേ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും, ഈ വീഡിയോ അങ്ങനെ ആയിരിക്കണം, ഞാൻ വോയിസ് ഇങ്ങനെയായിരിക്കും കൊടുത്തിട്ടുണ്ടാവേണ്ടത്, പിന്നെ അതേപോലെ കുറേ കാര്യങ്ങൾ എനിക്കിതിൽ പറയാനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഉള്ള വാക്കിൽ അങ്ങോട്ട് ഒതുക്കുക ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കൊക്കെ തോന്നുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ട് ക്ഷമിക്കണം കേട്ടോ. ഞാൻ ഈ വ്ളോഗുകൾ ഞാൻ അധികം ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റേതായ പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പം നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കുക. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ താരത്തിനെ കാണാം, നമ്മുടെ അല്ലിമോള്. അല്ലിന്ന് പേരിട്ട് നമ്മുടെ ചാച്ചു ആണ് കേട്ടോ. അപ്പോൾ ശരിക്കുള്ള പേരെന്താണെന്നുള്ളത് ഇപ്പം ഞാൻ പറയുന്നില്ല, നമുക്ക് ചോറ് പോകുന്ന സമയത്ത് പറയാം. അപ്പോൾ പേരെല്ലാം കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതും പേരും കുറച്ച് ടൈം എടുത്തു കണ്ടുവയ്ക്കാനായിട്ട്. അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചോറ് ഊണ് വരുന്നുണ്ട്, അപ്പം നമുക്ക് പറയാം. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ തന്നെ ആൾ നല്ല ഉറക്കത്തിലായിരുന്നു, കാരണം നേരത്തെ ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പരിപാടി സമയത്ത് കോളമാവും, അവൾ നല്ലപോലെ കരയും. അപ്പോൾ എല്ലാം നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പരിപാടിയിലോട്ട് പോവാം. അപ്പോൾ വല്യമ്മ വന്നതും, അതായത് അവളുടെ അച്ഛമ്മ വന്നതും പിന്നെ കുട്ടീനെ നേരെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സൗണ്ടും അതിൻ്റെ ഉള്ളിലത്തൊരു ബഹളമൊക്കെ കാരണം തോന്നുന്നു കുട്ടി ഇങ്ങനെ കണ്ണ് തുറന്ന് വന്നു, പക്ഷെ കരഞ്ഞില്ല കേട്ടോ. അപ്പോഴേക്കും എൻ്റെ വല്യമ്മ വന്ന് എടുത്തു. അങ്ങനെ ഇനി നമുക്കിനി പരിപാടിയിലോട്ട് പോവാം. ഇനി പരിപാടിൻ്റെ കുറച്ച് ഒരുക്കങ്ങളുണ്ടല്ലോ, അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. പക്ഷെ നിന്റെ ഫോൺ ഞാൻ വിളിക്കുന്നില്ല. ഗൈസ്, ഞാൻ വിചാരിച്ചു ഇവൾ കണ്ണൊക്കെ എഴുതുന്ന സമയത്ത് കരയുന്നു, പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാത്തിനും നിന്നിങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ വളയിടുന്ന സമയത്താണ് തോന്നുന്നു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. പക്ഷേ അല്ലാത്ത സമയത്ത് എല്ലാം ഇങ്ങനെ ഭയങ്കര എന്തോ വലിയ സംഭവം, അവളെ എല്ലാവരും അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കുമായിരുന്നു. അത് കാണുമ്പോൾ തന്നെ ഞങ്ങൾ തന്നെ ഷോക്കായി കേട്ടോ. അപ്പോൾ പിന്നെ ചാച്ചു അപ്പുറത്ത് കിടന്ന് ഇവളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ അകത്തേക്ക് വരുന്നുമില്ല, അവിടെ കിടന്ന് സൗണ്ട് ഉണ്ടാക്കുമ്പോൾ അങ്ങോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല ഇതെന്താ അവിടെ നടക്കുന്നത്, ഇവളെന്താ അവിടെ കാണിക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഗൈസ്, പരിപാടിയൊക്കെ സൂപ്പറായിരുന്നു. ആളെ നല്ലപോലെ കാണിച്ചിരുന്നുണ്ട്, വിചാരിച്ചതുപോലെയല്ല, അടിപൊളിയായിട്ടുണ്ട്.
ഗൈസ്, ഞാനൊരു കാര്യം ക്ലിയർ ചെയ്ത് തരാം. ഈ വീഡിയോ കാണുന്ന ചിലപ്പോൾ ഏതെങ്കിലും ജില്ലയിലോ ഏതെങ്കിലും ഒരു സ്ഥലത്തോ ഇപ്പോൾ സെയിം ജില്ലയിൽ തന്നെ പല പല സ്ഥലത്തു നിന്ന് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ആചാരങ്ങൾ വേറെ ആയിരിക്കും. ചിലവിടെ ഇപ്പം ഞങ്ങൾ നടത്തുന്നത് അച്ഛമ്മേൻ്റെ മടിയിലിരുത്തിയിട്ടാണ് 28എങ്കിൽ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ അമ്മയുടെ മടിയിലായിരിക്കും, ചിലപ്പോൾ അമ്മയുടെ മടിയിലായിരിക്കും, ചിലപ്പോൾ അച്ഛൻ്റെ മടിയിലായിരിക്കും കുട്ടീൻ്റെ ഈ ഒരു പരിപാടി. അപ്പോൾ പല നാട്ടിലും പല രീതിയിലുള്ള ആചാരങ്ങളാണ്. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ്, അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞാനൊന്ന് ക്ലിയർ ചെയ്ത് തന്നു, അത്രമാത്രം. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഫുഡാണല്ലോ, അതാണല്ലോ മെയിൻ. അപ്പോൾ നമുക്കിനി ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം ഗൈസ്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം കേട്ടോ. ഗൈസ്, അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു, വയറ് ഫുള്ളായി. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് പായസമായിട്ടുള്ള അടപ്പായസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കഴിച്ചതിൻ്റെ ആ ഒരു ഹാങ് ഓവറിലിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോകും. അപ്പോൾ ഇതാ നമ്മുടെ അല്ലിമോള് എല്ലാവരെയും നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ആൾ കരയുന്നൊന്നുമില്ല കേട്ടോ, അതന്നെ ഭയങ്കര സന്തോഷം. അപ്പോൾ ബാക്കിയുള്ളവരും കൂടി ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ തിരിച്ച് വരുന്നൊരു വീഡിയോ എനിക്ക് അവിടെ നിന്നുള്ളൊരു വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീടെത്തി ഗൈസ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. അപ്പോൾ ഗൈസ്, ടാറ്റാ.